ഈ അമ്മ എന്താ ഏട്ടാ വരാത്തത്? ഏട്ടന് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ബോറടിക്കുവാ പകല് മൊത്തം. അമ്മ അവിടെ പോയി അമ്മാവൻ്റെ അടുത്ത് നിൽക്കും. അവര് ആങ്ങളെയും പെങ്ങളെയുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു രസം വേറെ അല്ലേ. എന്നാലും എത്ര ദിവസമായി പോയിട്ട്? അതൊക്കെ വരും. നീ ആ ഒഴിവിടുന്ന സമയത്ത് ആ PSCയുടെ ബുക്ക് എടുത്ത് വെച്ച് വായിച്ചെങ്കിലാ. ആ ബുക്ക് തുറക്കുമ്പോൾ തന്നെ എനിക്ക് ഉറക്കം വരും. ആ അത് ഈ മടിച്ചിയുടെ ലക്ഷണമാണ്. അതെ, ഇപ്പൊ ആ മറ്റേ സഹകരണം അവിടുത്തെ ജോലി എനിക്ക് കിട്ടുമോ? സഹകരണ സംഘത്തിലെ അത് നല്ല റെക്കമെൻഡേഷൻ വേണോടി. കാരണം ഒരുപാട് പേരില്ലേ, ഒരുപാട് പേര്. എത്ര പേരായിരുന്നു? ആ അതിനെ പിടിപാടുള്ളവർക്ക് കിട്ടും. നമുക്ക് നീ മര്യാദയ്ക്ക് ചുളിലുള്ള പരിപാടി ഒന്നും വേണ്ട. നമുക്ക് ശുപാർശ കത്ത് ഇതൊന്നും കൊണ്ടുനടക്കാനൊന്നും ഉള്ള ആളും ഇല്ല, അതിനുള്ള ഇതുമില്ല. നമുക്ക് നീ ചെയ്യേണ്ടത് നീ മര്യാദയ്ക്ക് ഇത് പഠിക്ക്, PSC പരീക്ഷ എഴുത്, നിനക്ക് കിട്ടും. അല്ലെ ബുക്കെടുത്തൊക്കെ ഉറക്കപ്പെടുന്ന കാര്യമൊന്നുമില്ല. ഇതാണ് കെട്ടിയനും കെട്ടിയോളും കൂടെ. ആ കളിയാ എന്ത് പറ്റി? പതിവില്ലാതെ ഒരു സന്ദർശനം. അല്ല പതിവില്ലാതെ വന്നോണ്ട് വെച്ചിട്ടുണ്ടല്ലോ രാത്രി ഇങ്ങോട്ട്. എന്താ രാത്രി എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇവിടെ നീ വല്ല നിധിയൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ലല്ലോ. ഓ ഇവിടെ ഒരു നിധി ഉണ്ടായിരുന്നു, അത് വർഷങ്ങൾക്ക് മുമ്പ് നീ അടിച്ചോണ്ട് പോയി. ഏയ് അടിച്ചോണ്ട് പോയെങ്കിലേ ഞാൻ അന്തസ്സായിട്ട് നോക്കണുണ്ട്, ചെലവിനും കൊടുക്കണുണ്ട്. ചെലവിന് കൊടുക്കണം ആര്? രാത്രി ഇരുന്ന് വെളുപ്പടിക്കല്ലേ കനക കേട്ടാ. ആ എന്തായാലും മറ്റേ സഹകരണ സംഘത്തിലെ ജോലിക്ക് ശ്രമിച്ചിട്ട് ഇപ്പൊ തന്നെ കിട്ടും. അതൊന്നും കിട്ടത്തില്ല ക്ലീറ്റോ ചേട്ടാ, അവിടെ നിറച്ച ആളായിരുന്നു. അല്ലെ അതിനൊക്കെ റെക്കമെൻഡേഷൻ വേണം, ശുപാർശ കത്ത്, കാര്യങ്ങള്, പിടിപാട് കാര്യങ്ങളുണ്ടെങ്കിൽ നടക്കുള്ളൂ. പിടിപാട് അടുത്ത് പറഞ്ഞു വല്ല PSC പരീക്ഷ എഴുതി നോക്കാൻ പറഞ്ഞു. പിടിപാടാ? ആ പിടിപാട് കണ്ടല്ലേ. അങ്ങനെ വേണമല്ലേ? പിന്നെ അതൊക്കെ വലിയ വലിയ ആൾക്കാർ ഇടപെടണം അതിനകത്ത്, എങ്കിലും കാര്യം നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ഇവിടെ അതും പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ് PSC പരീക്ഷ എടുത്ത് പഠിക്കടി, ബുക്ക് നോക്കടി എന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്കം വരണം, എനിക്ക് സംഘത്തിന് ജോലി കിട്ടും. നീ വലിയ വലിയ ആളുകളുടെ പിടിപാടുന്ന നീ ഉദ്ദേശിച്ചത് ഉണ്ടെങ്കിലേ കിട്ടൂ. രാഷ്ട്രീയക്കാരെ? ആ അപ്പൊ രാഷ്ട്രീയക്കാർക്ക് വിലയും നിലയും ഉണ്ടെന്നുള്ളത് നിനക്ക് ബോധം ഉണ്ടല്ലോ അല്ലേ? അതിനിപ്പോ അലി ഇത്ര ഇതാവേണ്ട കാര്യമില്ല. ഞാൻ അലിയന്റെ കാര്യമല്ല, നല്ല രാഷ്ട്രീയക്കാർ, പിടിപാടുള്ള രാഷ്ട്രീയക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ അത് ശരി. എടേ ഇല്ല ഇരുന്നാണ്ട് എന്റെ ജവന്തി യവൻ പിന്തിരിപ്പി, യവൻ പിന്തിരിപ്പൻ എന്ന് പറഞ്ഞാൽ ഇവനെ പോലെ ഒരുത്തി തന്നെയാണ് അവിടെ ഉള്ളത്. പിന്തിരിപ്പി എന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ മോളുടെ ഒരു ആവശ്യം വന്നാൽ ഞാൻ അങ്ങനെ നോക്കി വെറുതെ ഇരിക്കുകയൊന്നുമില്ല. തക്കളിയുടെ അവിടെ PT മീറ്റിംഗ് ഉണ്ട്, നീ പോണം അല്ലേ ഞാൻ പോവാം. കനക നീ തമാശ കളിക്കരുത്. നിനക്ക് ബന്ധങ്ങളുടെ വില വല്ലതും അറിയാമോ? ഞാൻ ഈ കുടുംബത്തിലുള്ള എല്ലാവരും എൻ്റെ ചങ്ക് പോലെ ഞാൻ കണ്ടിട്ടുള്ളത്. ആ എനിക്ക് എൻ്റെ തക്കളി മോളെ പോലെ തന്നെയാണ് ജവന്തി. ജമന്തി ഒന്ന് എഴുന്നേറ്റ മോളെ. ആ ഇങ്ങോട്ട് വാ. കൈ നീട്ടി, രണ്ട് കൈ നീട്ടിക്കേ, രണ്ട് കൈ നീട്ടിക്കേ, ചേർത്ത് വെക്കാൻ കൊണ്ട്. സഹകരണ സംഘത്തില് ആ ജോലി ഉണ്ടല്ലോ, ആ ജോലിക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്ററാണ്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണോന്ന് ചോദിച്ചാൽ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് ഇത്. എന്റെ മോളെ, ഇത് നീ നേരത്തെ പറഞ്ഞില്ലേ വലിയ വലിയ പിടിപാടുള്ള ആളുകൾ വേണമെന്ന് പറഞ്ഞില്ലേ? ഇതില് വലിയ പിടിപാടുള്ള ഒരു MLA കത്താണ്, ശുപാർശ കത്ത്. അത് അതിലും വലിയൊരാളുണ്ട്, മന്ത്രി എന്ന് പറയും, അയാൾക്ക് കൊടുക്കാനുള്ളതാണ്. ഇത് അവിടെ കൊണ്ട് കൊടുത്തു കഴിയുമ്പം ആ വലിയ ആള് അതിന്റെ താഴെയുള്ള ആളിനെ വിളിച്ചു പറയും ഈ ജോലി ഈ കുട്ടിക്ക് കൊടുക്കണം. അല്ലേ? എടേ ഞാൻ 10-15 കൊല്ലമായി കുടുംബത്തിലോട്ട് കയറി വന്നിട്ട് ഇന്നേ വരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഭയങ്കര പരാതിയാ. ഇനിയിപ്പോൾ അത് പറയില്ലല്ലോ. ഞാൻ പലതും ചെയ്തിട്ടുണ്ട് കേട്ടാ, പക്ഷെ അതൊന്നും ഇവരെ ഓർമ്മയില്ല. പറയാൻ പറ്റില്ലായിരുന്നു, ഇത് പക്ഷെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓ വേണ്ട, ഇതിപ്പോൾ എനിക്ക് വേറെ ആൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നും അല്ല ഇത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എൻ്റെ മോളെ പോലെ ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ എൻ്റെ ജോലി കഴിഞ്ഞു, ഇനി ചെയ്യേണ്ടത് നിന്റെ ജോലിയാണ്. ഇടേ ഇത് കൊണ്ട് മന്ത്രിക്ക് കൊടുക്കണം. മന്ത്രി ഇവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. നാളെ രാവിലെ 6 മണിക്ക് മുമ്പായിട്ട് ഇത് മന്ത്രിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. 6 മണി കഴിഞ്ഞ് അയാൾ തൊഴാനായിട്ട് അമ്പലത്തിലോട്ട് ഇറങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല, പിന്നെ എപ്പോൾ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ രാവിലെ 6 മണിക്ക് ഇത് കൊണ്ട് കൊടുത്തിട്ട് കാര്യം പറയണം, എൻ്റെ അളിയനാണെന്നും പറയണം. എനിക്ക് അറിഞ്ഞൂടാ. അല്ല ക്ലീറ്റോ ചേട്ടാ, ഏട്ടൻ്റെ ഇവിടെ ക്ലീറ്റോ ചേട്ടനും കൂടെ ഒന്ന് പോകും. പിന്നെ ഞാൻ ഇനി എൻ്റെ പറയാൻ കിടക്കാം. ഇതിന് തന്നെ ഇന്ന് എത്ര സമയമുണ്ട്? നാളെ രാവിലെ കുട്ടനാട്ടിലെ നമ്മൾ പ്രളയത്തിന്റെ പിരിവ് തുടങ്ങാണ്ടേ? അത് ഇതുവരെ പിരിച്ചിരുന്നില്ലേ? എടേ അത് കഴിഞ്ഞ പ്രളയം, ഇതിനി വരാനിരിക്കുന്ന പ്രളയത്തിന് വേണ്ടിയിട്ട് മുൻകരുതൽ. ഈ എന്ത് ചെയ്യും? പ്രളയം ഒറ്റ ദിവസം കൊണ്ടങ്ങ് തീരുന്ന പ്രളയം എപ്പോൾ വേണേലും വരാം. അവസാനം ആ വരണ സമയത്ത് ആളുകളെടുത്ത് പോയി നമ്മളിങ്ങനെ ബക്കറ്റും കൊണ്ട് പോയാണ്ടല്ലോ ഒന്നും കിട്ടൂല. അപ്പോഴെല്ലാവരും കഷ്ടപ്പാടിലായിരിക്കും. ഇത് മുൻകരുതൽ. ഇനി അടുത്ത വരണ പ്രളയത്തിൽ നേരിടാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ.
അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രാവിലെയൊക്കെ വിളിച്ചുണർത്തി വിടണം. വിട്ടോളാം. KCB-യിൽ പോകുമ്പോൾ തോന്നിയ പോലെ കയറി മന്ത്രിയെ കാണാൻ പോകരുത്. അയാളെ ജോലിക്ക് പോകും. 6 മണിക്കല്ലേ? 6 മണിക്ക് ഇവിടെ നിന്നല്ല, 6 മണിക്ക് അവിടെ എത്തണം. ഓ, അവിടെ എത്തണം. ആ കേട്ടാ. എന്ത് സന്തോഷക്കുറവ്? ഞാൻ വിചാരിച്ച ഒന്നും നടക്കൂല എന്നൊക്കെ അല്ലേ നീ പറയണത്. ഇതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കും കേട്ടാ. നീ ചെലവുണ്ടേ? ക്ലീറ്റോച്ചേട്ടന്റെ മുഖത്ത് ആത്മവിശ്വാസം കണ്ടോ ഏട്ടാ? അതവൻ എല്ലാ കാര്യത്തിലും ഉണ്ട്. പക്ഷെ നടന്നു. ഇത് അതൊന്നും അല്ല, ഇത് നടക്കും. ഇത് വാർഡ് മെമ്പർക്കുള്ള കത്തായിരിക്കും കൂടി. ഇങ്ങനെ യവനല്ലേ ആള്? എന്തിനാ ഇങ്ങനെ എതിര് പറയുന്നത്? ആവശ്യമില്ല പൊട്ട. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത് നടക്കുമെന്ന്. ഇത് കൊടുത്താ മന്ത്രിക്കുള്ള കത്താ. നിങ്ങടുതാ. പിന്നെ ഇത് എല്ലാം തുടക്കത്തിൽ ഇങ്ങനെ തന്നെ അവന്റെ നടന്നു. ഇങ്ങോട്ട് തന്നെ എല്ലാത്തിനും ഇങ്ങനെ നെഗറ്റീവ് പറയല്ലേ. രാവിലെ പോകാനുള്ളതാ. ഇപ്പൊ കിടന്നാലേ 4:30 എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. വാ. ഇത്രയും വലിയ പിടിപാടണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വെച്ചപ്പോ വെറുതെ ചുമ്മാ പിടിവായത്തും പറഞ്ഞോണ്ടിരിക്കണമെന്നാണ്. ഇത് നടക്കും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നടന്നെങ്കിൽ രക്ഷപ്പെട്ടെന്ന് അറിയാൻ മതി. നമ്മളിത്തിരി മെനക്കെട്ടാലും കുഴപ്പമില്ല. ഇതെടുക്കാൻ മറക്കല്ലേ. അത്ര പോകല്ല. നല്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീ ഒരു കാര്യം രാവിലെ തന്നെ വിളിച്ചോളത്തിയാ മതി. വിളിച്ചൊക്കെ ഉണർത്താം. പിന്നെ ഏട്ടാ, എനിക്കും കൂടെ ജോലി ആയി കഴിയുമ്പോഴേ ഒരു സ്കൂട്ടർ എടുക്കണം. ജോലി കിട്ടട്ടെ. ജോലി കിട്ടുമെന്നുള്ള കാര്യം ഇപ്പൊ ഉറപ്പായില്ലേ? ശരി. അപ്പൊ സ്കൂട്ടർ എടുത്തിട്ടെന്തോ? ആരോടിക്കും? ഞാൻ ഓടിക്കും. ഞാൻ പുറകിരിക്കും. അത് നല്ല അപ്പൊ ഫാസന്റെ ഭാര്യ ഓടിക്കുമ്പോ അതല്ല, അത് കുഴപ്പമില്ല. പക്ഷെ ഭാര്യ ഓടിക്കുമ്പോ എന്റെ പുറകെ ഇരിക്കാനേ. ഫാസന്റെ പുറകെ ഇരിക്കണല്ലേ? അതുപോലെ അങ്ങ് ഇരുന്നാ മതി. അതൊക്കെ നാണക്കേട്. ആളുകളുണ്ടാ എന്നെ പെണ്ണാളാന്ന് വിളിക്കും. ഏട്ടനല്ലേ ഏട്ടാ അങ്ങനെ ചിന്തിക്കണത്? എന്റെ പുറകെ ഇരുന്ന് ആദ്യം പോണം, പിന്നെ പതുക്കെ പതുക്കെ ഏട്ടനെ പഠിക്കണം. പെട്രോളിന്റെ പൈസയൊക്കെ അതിപ്പോ എനിക്കും കൂടെ ശമ്പളമൊക്കെ ആവത്തില്ലേ? വീട്ടിൽ ചെലവൊക്കെ ഏട്ടൻ നോക്കണം. പിന്നെ ബാങ്കിൽ അടക്കാനുള്ളതും പെട്രോൾ അടിക്കുന്നതൊക്കെ എന്റെ ശമ്പളത്തിൽ നിന്ന് പോവാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നാത്തൂനും കൂടെ സഹായിക്കാമല്ലോ. ചെറിയ എന്തെങ്കിലും കൊടുക്കാമല്ലോ. എന്തായാലും ക്ലീറ്റോ ചേട്ടൻ വഴിയല്ലേ ഈ ജോലി ശരിയാവുന്നത്. ഇതൊക്കെ ഇപ്പൊ പറയാം ആൾക്കാരെല്ലാം ഇങ്ങനെയൊക്കെ പറയും. ആദ്യം ഒരു ജോലി മേടിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. കിട്ടിക്കഴിയുമ്പോണ്ടല്ലോ പിന്നെ 100 ചെലവ്. അയ്യോ ചേച്ചി അത് കൊടുക്കണം, ചേച്ചി ഞാൻ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അങ്ങനെയല്ല, ഞാൻ വന്ന വഴിയൊന്നും മറക്കാത്ത. അപ്പൊ എന്തായാലും ഒരുപാട് സ്വപ്നമൊന്നും കാണണ്ട. ആദ്യം നടക്കട്ടെ കാര്യങ്ങൾ. ഇങ്ങനെ രാവിലെ ഒന്ന് വിളിച്ചുണർത്തിയാൽ മതി. ഇത് അലാറം പോയി എന്റെ ആണെങ്കിൽ അതില്ല. എത്ര മണിക്ക് വെക്കണം? ഒരു 4-5 മണി. എത്ര മണി? ഒരു 4:30 വെക്കാം. എന്താണെന്നറിയോ, പോണ വഴിക്ക് അമ്പലത്തിലും കൂടെ കേറിട്ട് പോകും. നല്ല കാര്യത്തിന് പോണല്ലേ. ശരി. അപ്പൊ അമ്പലത്തിൽ നീ വരണോ? ഞാൻ എങ്ങനെയാ വരുന്നത്? ഞാൻ പോയിക്കോളാം. ഞാൻ രാവിലെ അമ്പലത്തിലും കയറിയിട്ട് ഒരു കറക്റ്റ് 6 മണിയാകുമ്പോൾ അവിടെ ഉണ്ടാവണം. അല്ലേ ഈ പറഞ്ഞ ഈ മനുഷ്യൻ മക്കളെ നമ്മൾ എന്ത് ചെയ്യും? വെച്ചാ അലാറം വെച്ചാ എത്ര വെച്ചാൽ 4:30. എന്നാലും മനസ്സിലൊന്ന് പ്ലാൻ ചോദിച്ചോ. അപ്പൊ അതോ തന്നെ വിളിച്ചുണർത്തിയാൽ മതി. ഹലോ സാർ. എവിടെ? മണ്ണതല്ലയോ? ശരി സാർ. സാർ ഞാൻ ഒന്ന് റെഡി ആയിട്ട് വേഗം പോവാം. അയ്യോ സമയത്തായി 6 പോകുന്നു. എവിടെ എന്താ നീ നോക്കങ്ങോട്ട്. അയ്യോ ഇനിയിപ്പോ ഞാൻ അലാറം വെച്ചിട്ടുണ്ട് കേട്ടോ. അലാറം എനിക്കറിയത്തില്ല. 6 മണിക്ക് മന്ത്രി പോകൂലേ? ഇനിയിപ്പോ എങ്ങനെ പോകും? എന്ത് ചെയ്യും? ഞാൻ കുളിച്ച് ഫാസിൽ വന്ന് വിളിച്ചേട്ടെ. ഫാസിൽ വന്നു കഴിഞ്ഞാൽ സ്കൂട്ടറിൽ ഒന്ന് പെട്ടെന്ന് പോവാലോ. നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കിടന്നത്. ഹലോ ഫാസിലെ, നീ ഒന്ന് പെട്ടെന്ന് വീട് വരുവാടാ. നീ ഒന്ന് വാ വേഗം വീട്ടിലോട്ട്. ഒരു കാര്യമുണ്ട്. നീ 7 വിളിച്ചിരുന്നു എന്നെ. അപ്പൊ നീ യൂണിഫോമിലേക്ക് വാ. കാരണം എന്നെ ഒരു സ്ഥലത്ത് ആക്കിയിട്ട് നീ അതുവഴി പൊയ്ക്കോ. അല്ലെ നമുക്ക് ഒരുമിച്ച് വാ. വേഗം വാ. നീ എടി
വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ പോയിട്ട് രാവിലെ തന്നെ ഉറങ്ങാനും മന്ത്രിയെ കാണാനായിട്ട് രാവിലെ 6 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞ ഇപ്പൊ സമയത്തായി ഇവിടെ വിളിച്ചോടുന്ന സമയത്ത് വണ്ടി എടുത്തേ പോയിട്ട് വന്നാ എവിടെ പോയാലിയാ എവിടെ പോകാതിരിക്കുന്നത് പോയില്ലേ ഇല്ലടിയാ കഷ്ടമാണ് നിങ്ങളൊക്കെ കാര്യം കേട്ടാ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റൂലെങ്കിൽ എന്തിനാണ് ഞാൻ ഈ കഷ്ടപ്പെട്ടത് 4:00 വിളിച്ചോടത്ത് ഞാൻ പറഞ്ഞാണ് പക്ഷെ ഇവിടെ വിളിച്ചോടത്തണ്ടേ ഞാനാണെങ്കിൽ ഇപ്പൊ എയുടെ ഫോൺ വന്നു അത്യാവശ്യമായിട്ട് ചെല്ലാൻ വേണ്ടി ട്രാൻസ്ഫർ നിങ്ങൾ എന്താണ് ചോദിക്കണത് ഈ രാഷ്ട്രീയക്കാരൻ നിങ്ങളുടെ കളിപ്പിള്ളയാന്നാ MLA ഒക്കെ തമാശയുള്ള ആളെ ഞാൻ ഇന്നലെ എത്ര സമയം ആളെ എടുത്തിട്ട് റെക്കമെൻഡേഷൻ ലെറ്റർ വാങ്ങിച്ചത് എടാ നീ ഇപ്പൊ ഇവിടെ വർത്താൻ പറഞ്ഞു നിന്നാലും മന്ത്രി പോണ്ട പാടില്ലാണ്ട് പോകും നീ ഇവിടെ വാ ഞാൻ എങ്ങനെയാ MLA മന്ത്രിയുടെ മുഖത്തൊക്കെ നോക്കും നിങ്ങൾക്കൊന്നും ഇതിന്റെ ദയവായിട്ട് നീ പോകുന്നത് ഇല്ലെങ്കിൽ ആകെ പെട്ടുവനെ വേറെ ആർക്കെങ്കിലും ശരിയാക്കി കൊടുത്തത് എനിക്ക് ഗുണം ഉണ്ടായേനെ കുടുംബത്തിലായിക്കോട്ടെ എന്ന് വെച്ചാൽ ഇതാണ് കുടുംബത്തിന് ഇനി ഒന്നും ചെയ്യരുത് നാത്തിന് ഞാൻ അലാറം വെച്ചതാ പക്ഷെ AM ഉം PM ഉം മാറിപ്പോയി. നീ ഇത് മാറിപ്പോയിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ക്ലീറ്റ് എന്തോരം ബുദ്ധിമുട്ടിയിട്ട് ശരിയാക്കിയതാ. നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ടല്ലേ ഇത് ചെയ്യണത്. അതൊക്കെ എനിക്കും അറിയാം. ഞാൻ ഏട്ടനോട് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കിടന്ന് ഉറങ്ങാന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അലാറം വെച്ചപ്പോഴത്തേക്ക് സമയം അങ്ങ് മാറിപ്പോയി. അതാണ് പറ്റിയത്. ഇപ്പൊ ഇനിയിപ്പോ അത് അവന് പണി കിട്ടിയില്ല. ഇനി അത് കിട്ടുവോ? കാണാൻ പറ്റുവോ? ഇതൊക്കെ നമ്മൾ പെണ്ണുങ്ങൾ വേണ്ട ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാനായിട്ട്. അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടിയൊക്കെ നോക്കണം. അല്ലാതെ ചുമ്മാ പിള്ളേരെ പോലെ അങ്ങനെ തുടങ്ങിയിട്ട് എന്താ കാര്യം? ഉത്തരവാദിത്തം വേണം. നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. കാണാൻ പറ്റിയാ നല്ലതില്ലെങ്കിൽ പോയിന്ന് വിചാരിക്കല്ല. അതിപ്പോ എന്താ ചെയ്യാൻ? തിരിച്ചു വന്നിട്ട് എന്നെ കൊല്ലും. എനിക്കറിയില്ല. ഇനിയിപ്പൊ പാവം ക്ലീറ്റോ ഇനി എങ്ങനെയാ മനുഷ്യന്റെ മുഖത്ത് നോക്കും? എല്ലാവരുടെ മുഖത്ത് അവരെന്ത് നല്ല കൂട്ടുകാരായിട്ട് ഇരുന്നതാ. നീ ഒരാള് കാരണല്ലേ ഇപ്പൊ ഇങ്ങനെ പറ്റിയത്. ആ പോട്ടെ. കാര്യം എന്താടാ? എടാ ഒന്നുമില്ല, ജമന്തിക്ക് ഒരു ജോലിയുടെ കാര്യത്തിനെ ആ ക്ലീറ്റോ പോയി ഒപ്പിച്ചോണ്ട് വന്നതാണ് ഒരു MLA കത്ത് ഇന്ന് മന്ത്രിക്ക് കൊടുക്കാനുള്ള ഗസ്റ്റ് ഹൗസിൽ കൊണ്ടിട്ട് 6 മണിയാകുമ്പോൾ മന്ത്രി അവിടെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞേക്കാ മന്ത്രിക്ക്. ഇത് ഞാൻ അവളെ 4:00 വിളിച്ചു നടത്താൻ പറഞ്ഞതാ. ആ മൂദേവി ആണെങ്കിൽ ഒന്നും പറഞ്ഞ അവള് എന്നെ വിളിച്ചെടുത്ത് എയുടെ കോൾ വരുമ്പോൾ ഞാൻ എഴുന്നേക്കുന്നത്. ഞാൻ അവളെ വിളിച്ചോണ്ടത്. എടാ ഇതിപ്പോ മനഃപൂർവ്വമായിരിക്കും, അങ്ങനെ പറ്റിപ്പോയിണ്ടാവും. അതിനിങ്ങനെ വർത്താൻ പറഞ്ഞ അവൾക്ക് അവളുടെ ജോലിയുടെ കാര്യത്തിനല്ലേ അത്ര ഉത്തരവാദിത്തം നമുക്ക് വേണ്ടേ? നാശം പിടിക്കാനാണ് ഏത് നേരത്തെ എനിക്ക് തോന്നിയത് അവളെ ഒരു തല വെക്കാൻ. പിന്നെ ഏത് സമയം നീ അവളെ പൊന്തിച്ച് പറയണല്ലോ. അപ്പൊ ഒരു ദിവസം കൊണ്ട് നാശമാക്കി ചോദിക്കോ? പിന്നെ ഇത് സമയത്ത് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അവസ്ഥ വെച്ചേക്കണേ. നീ അധികം വർത്താൻ പറയണേ, നമ്മൾ പെട്ടെന്ന് അവിടെ എത്തിക്കാൻ നോക്കുക. നീ വേഗം പോ. വേഗം പോ. നീ എടാ എന്താ കാണിക്കുന്നേ? ഇറക്ക്. എടാ വേഗം വിടാൻ പറഞ്ഞപ്പോ നീ അവിടൊക്കെ എന്തോ മിസ്സിങ്ങടാ. എന്ത് മിസ്സിങ്? സമയം താമസിച്ചല്ലേ ഇതിപ്പോ? അവിടക്ക് ഒന്നും വെറുപ്പിക്കല്ല. അവിടെ നിക്ക്. നീ അടിക്കുക അങ്ങോട്ട്. ശരി, മന്ത്രി പോവുകയും ചെയ്യല്ലോ ഇത്. നീ ഒന്ന് അവിടെ നിക്കടാ. ഒന്ന് ഇറങ്ങി നിക്കളിയാ. ഇത് വണ്ടി നിങ്ങൾ നിക്കണ്ട. വണ്ടി ഇതുവരെ നിന്ന് പോയിട്ടെങ്ങനെ പാട്ട വണ്ടി എടുത്തത് ഒരു അത്യാവശ്യം. വണ്ടിനെ കുറ്റം പറയട്ടെ? ഏത് സമയത്ത് വണ്ടി കാണാനോ? വണ്ടിനെ കുറ്റം പറഞ്ഞിട്ട് അവിടെ നിക്ക്. അടി അങ്ങോട്ട്. ഇതിലെ കിക്കറൊക്കെ എവിടെയാ സാധനം? എന്റെ അടുത്താ നിന്റെ എവിടെയാണ് കിക്കറ്? സമയം നീ എന്താ ഓട്ടോ വിളിച്ചു പോകാൻ? ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തടാ. ഇതിപ്പോ സ്റ്റാർട്ട് ആവുന്നു. നീ സ്റ്റാർട്ടാക്കിട്ട് വന്നാ മതി. കൊള്ളാട്ടാ. എടാ നീ സ്റ്റാർട്ടാക്കിട്ട് മന്ത്രി പോകുന്നു. നീ ഒരു കാര്യം ചെയ്ത് നീ സ്റ്റാർട്ടാക്കിട്ട് നേരെ നീ ഓഫീസോട്ട് വന്നാ ഞാൻ അങ്ങോട്ടോളാം. അല്ല കാര്യം നടക്കൂല. ഇപ്പൊ ഞാനിത് ഒറ്റക്ക് തള്ളി നീ അങ്ങ് വന്നേടാ. കൊള്ളാടാ. താങ്ക് യു ഏട്ടാ. നേരെ പോട്ടെ.
കണ്ടില്ലല്ലേ ഏട്ടാ? കണ്ടു ഏ കണ്ടു. മന്ത്രിയെ കണ്ടോ? കത്ത് കൊടുത്തോ? കത്ത് കൊടുത്തു. അപ്പൊ വിളിച്ചെടുത്ത് പോയില്ലേ? അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ ജോലിയോ? എന്നെ പറഞ്ഞാ മതി. എന്റെ നശിച്ച ഉറക്കം കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അത് നന്നായി. നിനക്കറിയോ, ഇന്ന് ഞങ്ങൾ ഓഫീസിലെത്താൻ വൈകി കാരണം ആ രാജേഷിനെ സലീമിനെയാണ് ഈ ട്രാൻസ്ഫോമർ നന്നാക്കാൻ വിട്ടത്. അവർ ആ ട്രാൻസ്ഫോമർ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിച്ചിട്ട് 2 പേര് ഹോസ്പിറ്റലിൽ കിടക്കുക. ഞാൻ പറഞ്ഞ രാവിലെ അങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് വിഷമായോ? ഇല്ല. സത്യം പറഞ്ഞാൽ താമസിച്ചപ്പോൾ ഞാൻ ആകെ അങ്ങ് ടെൻഷനായിപ്പോയി. കാരണം ഈ ഇരുന്നിരുന്ന് കിട്ടിയ ജോലിയല്ലേ. അപ്പം അത് കൈവിട്ട് പോകുന്ന പേടിച്ചിട്ടാണ് ഞാൻ അന്നേരം അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടത്. പിന്നെ ഇവിടെ നിന്നെ വഴക്കം പറഞ്ഞ് ഫാസിലിൻ്റെ വണ്ടി കയറി പോയല്ലോ. ഈ ഫാസിലിൻ്റെ വണ്ടി വഴിയിലായി. അത് വഴിയിലായിപ്പോയി. അവനെയും കുറേ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. അപ്പോഴാണ് വേറൊരുത്തൻ്റെ വണ്ടി വന്നിട്ട് ഞാൻ അതിൽ ചാടി കയറി അങ്ങ് പോയി. അപ്പോൾ പോകുന്ന വഴിയിൽ ഞാൻ നിന്നെയും ഫാസിലേക്ക് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ മറ്റേ ആൾ അവിടെ കണ്ട് എന്നെ വിട്ടു. പക്ഷെ ഗസ്റ്റ് ഹൗസിൽ ചെന്ന് ഞാനവിടെ ചെന്നപ്പോഴാണ് മന്ത്രി വന്നത്. കറക്റ്റ് സമയത്താണ് മന്ത്രി വന്നത്. അപ്പോൾ മന്ത്രി കാണാനും പറ്റി, ഇത് കൊടുക്കാനും പറ്റി. അപ്പോൾ അങ്ങ് സന്തോഷമായി. പക്ഷേ അപ്പോഴേക്കും എനിക്ക് ആകെ പേടിയായിപ്പോയി. കാരണം ഈ വിളിക്കെടുത്ത് പോകാൻ പറ്റില്ലെങ്കിൽ മണ്ണന്തല പോയില്ല, ആകെ പ്രശ്നമായി പോകുമല്ലോ. പക്ഷെ അപ്പോൾ അവിടുത്തെ എൻ്റെ അടുത്ത് ഓഫീസിൽ വിളിച്ച് പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്ന കാര്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നീ എന്നെ താമസിച്ച് വിളിച്ചത്. ഞാൻ തെറ്റല്ലേ ഏട്ടാ? ഏയ്, ചില നേരങ്ങളിൽ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ദേഷ്യവും സങ്കടമൊക്കെ തോന്നും. പക്ഷെ പിന്നീട് അത് ഭയങ്കര രസകരമായിട്ട് തോന്നും, സന്തോഷം തോന്നും. അതിലൊന്നാണ് ഇപ്പോൾ സംഭവിച്ചത്. എന്തായാലും താമസിച്ച് വിളിച്ച് എൻ്റെ ജീവൻ രക്ഷിച്ച്. എന്നേരും അതിന് ശീലമാക്കണ്ട കേട്ടാ. Alien versus Alien.